നമസ്കാരം, റിപ്പോർട്ടർ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, തണ്ണീർമുക്കം ബണ്ടിലാണ്. ആ ബ്രിഡ്ജിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തുകൊണ്ട് ഇവിടെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റോഡുകളൊക്കെ ഒന്ന് കാണാനും അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ടീമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഈ വണ്ടി ഈ റോഡിലൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യമാകും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം അത്രമാത്രം വലിയ ഗർത്തങ്ങളാണ് നമ്മുടെ ഈ റോഡിൽ, ഈ പാലത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം വാഹനങ്ങളൊക്കെ വളരെ യാത്ര സുഗമമാക്കാൻ വേണ്ടി ഈ പാലത്തിലൂടെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ദുർഘടം പിടിച്ച യാത്ര തന്നെയായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ദുരനുഭവങ്ങൾ ഇവിടുത്തെ നാട്ടുകാർക്ക് റിപ്പോർട്ടർ ഹബിനോട് പറയാനുണ്ട്. നമുക്കതെല്ലാം കേൾക്കാം. അപ്പോൾ ഏവർക്കും സ്വാഗതം റിപ്പോർട്ടർ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. കുട്ടനാട്ടിലെ സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനായി നിർമ്മിച്ച ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. 1958 നിർമ്മാണം ആരംഭിച്ച ബണ്ട് 1975 നിർമ്മാണം പൂർത്തിയാക്കി. വടക്ക് വെച്ചൂർ മുതൽ തെക്ക് തണ്ണീർമുക്കം വരെ വേമ്പനാട്ട് കായലിന് കുറുകെയാണിത് പണിതിരിക്കുന്നത്. എന്നാൽ ഇതിലൂടെയുള്ള ഇപ്പോഴത്തെ യാത്ര വളരെ ദുഷ്കരമാണ്. ചെറുതും വലുതുമായ അനേകം കുഴികളാണ് ഈ ബണ്ടിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ആലപ്പുഴ, കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാതയിലെ ഗർത്തങ്ങൾ വാഹനയാത്രികർക്ക് ഭീഷണിയായി തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഒന്നാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലുമുള്ള ആഴമേറിയ കുഴികൾ കൂടുതലും ഭീഷണിയാകുന്നത് ഇരുചക്ര വാഹന യാത്രികർക്കാണ്. ചേർത്തല, ആലപ്പുഴ, കോട്ടയം തുടങ്ങിയ ഭാഗത്തേക്ക് പോകുന്ന KSRTC പ്രൈവറ്റ് ബസ്സുകളും നിരവധി ഭാരവാഹനങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആംബുലൻസുകളും സഞ്ചരിക്കുന്ന ഈ പാതയിൽ ഇന്ന് പതിയിരിക്കുന്ന അപകടത്തിന്റെ തോത് വളരെ വലുതാണ്. ചേർത്തലയിൽ നിന്ന് ഏകദേശം 7ഓളം ഹോസ്പിറ്റലിൽ ആംബുലൻസ് വരുന്ന ഒരു റോഡാണിത്, കോട്ടയം മെഡിക്കൽ കോളേജിലിട്ട്. ഈ തണ്ണീർമുക്കം ബണ്ടിൻ്റെ കുഴി കാരണം വളരെ ബുദ്ധിമുട്ടിയാണ് രോഗികളെയും കൊണ്ട് ആംബുലൻസുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലോക്കും ആകുന്നുണ്ട്. അധികൃതരോട് പറഞ്ഞിട്ട് അവർ നിസ്സംഗതഭാവമാണ് പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എത്രയും വേഗം ഇത് മെയിൻ്റനൻസ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഇവിടുത്തെ റോഡ് മോശമായി പോകുന്നത്, ഒരു മഴ വന്നാൽ അത് പൊട്ടിപ്പൊളിഞ്ഞു പോകും. ഫൈബർ ടാറിങ് ആണെങ്കിൽ നമ്മുടെ ചേർത്തല തണ്ണീർമുക്കമുള്ള ഫൈബർ ടാറിങ് ആണെങ്കിൽ അതുപോലെ റോഡ് നിന്നോളും. ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ഇത് എത്തിക്കാനായിട്ട് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടാവുന്നില്ലേ? നാട്ടുകാരിത് പറഞ്ഞിട്ടുള്ള വ്യക്തമായിട്ട് അവർ നോക്കി വന്ന് ഇവിടെ ചെയ്യേണ്ടത് കടമയാണ്. ഇത്ര ആൾക്കാരിവിടെ അത് ഒന്നുകൂടണമല്ലേ. ഫൈബർ ടാറിങ് ആണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് ഈ പാച്ച് വർക്ക് ചെയ്ത് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. എത്ര വർഷമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങി? അതാണ് എനിക്ക് പറയാനുള്ളത്. ഏകദേശം ചേട്ടൻ്റെ രൂപം വെച്ച് എത്ര വർഷമായി കാണും ഈ റോഡ് ഇങ്ങനെ തകർന്ന് ഈ ഒരു അവസ്ഥ കിടക്കാൻ തുടങ്ങിയിട്ട്? റോഡ് വന്നിട്ട് 10-16 വർഷമെങ്കിലായിട്ടുണ്ട് പറഞ്ഞിട്ട്. കഴിഞ്ഞ വർഷമാണ് ബണ്ടിൽ നിന്നും ടിപ്പർ ലോറി കൈവരികൾ തകർത്ത് കായലിലേക്ക് പതിച്ചത്. അന്ന് കായലിൻ്റെ അടിത്തട്ടിൽ വീണ ലോറി ഉയർത്തിയെടുക്കുവാൻ വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. ബലക്ഷയമുള്ള കൈവരികൾ തന്നെയാണ് ഇപ്പോഴും ബണ്ടിൽ ഉള്ളത്. നിലവിലെ കൈവരികളുടെ അവസ്ഥ ഇപ്പോഴും പരിതാപകരമാണ്. കോൺക്രീറ്റ് അടർന്ന് ഉള്ളിലെ കമ്പികൾ പുറത്തു കാണാവുന്ന നിലയിലുള്ള ഈ കൈവരികൾക്ക് നടുവിലൂടെയാണ് സ്കൂൾ കുട്ടികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളും കടന്നു പോകുന്നത് എന്നോർക്കണം. കർണാടകയിലെ ഗംഗാവലി നദിയിലെ അടിയൊഴുക്കിൽപ്പെട്ട ലോറിയെയും ഡ്രൈവറെയും നമുക്കിനിയും കണ്ടെത്താനായിട്ടില്ല. എങ്ങോട്ടൊഴിവാക്കിയാലും വീണുപോകുന്ന ഗർത്തങ്ങളാലും ഉറപ്പില്ലാത്ത കൈവരികളാലും നിലകൊള്ളുന്ന ഈ ബണ്ടിൽ നിന്ന് ഇനിയും ഒരു വാഹനം കായലിലേക്ക് പതിച്ചാൽ അതൊരു പക്ഷേ പ്രവചിക്കാനാവാത്ത വലിയൊരു ദുരന്തത്തിനാകും കേരളം സാക്ഷിയാകുന്നത്. തണ്ണീർമുക്കം ബണ്ടിലൂടെയുള്ള യാത്ര എത്രമാത്രം ദുരിതമാണെന്ന് നമ്മൾ ആ പാലത്തിലൂടെ വന്നപ്പോൾ കണ്ടതാണ്. പാതാളത്തിൽ പോലും ഇല്ലാത്തത്രയും കുഴികളാണ് നമ്മുടെ ഈ പാലത്തിലുള്ളത്. തീർച്ചയായിട്ടും അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളോട് അതിൻ്റെ അനുഭവം ചോദിച്ചാൽ അവർക്കും പറയാനുള്ളത് ദുരിതമായ യാത്രയെക്കുറിച്ച് തന്നെയാണ്. എൻ്റെ പേര് അനൂപ് എന്നാണ്. ഈ അമ്പയ മാർക്കറ്റിൽ നിന്ന് തണ്ണീർമുക്കം വഴിയുള്ള ബണ്ട് റോഡ് അത് ഭയങ്കര പാടാണ് അതിനുമ്പോഴുള്ള യാത്ര.
ഭയങ്കര ദുരിതപരമാണ്. ഞങ്ങൾ ഇവിടുന്ന് അക്കരയ്ക്ക് പോകുമ്പം മുഴുവൻ കുണ്ടും കുഴിയും നിറഞ്ഞാണ്. അപ്പോൾ യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്തു പോകാനായിട്ട്. വണ്ടിക്കും അതുപോലെ ഒരുപാട് മെയിൻ്റനൻസ് പണികൾ വരുന്നുണ്ട്. ഭയങ്കര പാടാണ്. എൻ്റെ പേര് പുഷ്കരൻ. ഈ റോഡ് ബണ്ട് റോഡ് തൊട്ട് തണ്ണീർമുക്കം വരെ റോഡ് മോശമായി കിടക്കുകയാണ്. അത് വർഷങ്ങൾ കുറേ ആയി. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോയ്ക്കും മറ്റവർക്കൊക്കെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. ഞാൻ ഓട്ടോ ഡ്രൈവറാണ് അംബിക മാർക്കറ്റിൽ. നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കണം. നമ്മളൊരു രോഗികളൊക്കെ ആശുപത്രി അത്യാധുനികയിൽ കൊണ്ടുപോകാനും വന്നു കഴിഞ്ഞാൽ വളരെ ദുർഘടമായ വഴിയായ കാരണം രോഗികളൊക്കെ ഒരു ആംബുലൻസ് വന്നാൽ പോലും രോഗികളെ കൃത്യസമയത്ത് ആശുപത്രി എത്തിച്ചേരാൻ പറ്റാതെ വരെയും അമിതമായ കുഴികളും ദുർഘടങ്ങളുമായ റോഡിൽ കൂടി രോഗിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് വളരെ ദുസ്സഹ്യമായ രീതിയിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. (2023) G20 ഉച്ചകോടി കുമരകത്ത് വെച്ച് നടത്തിയപ്പോൾ അന്ന് അംബിക മാർക്കറ്റ് കുമരകം വൈക്കം ഭാഗത്തേക്കുള്ള റോഡിലെ കുഴികൾ മൂടുകയും നല്ല രീതിയിൽ ടാർ ചെയ്തുവെങ്കിലും അപ്പോഴും അധികാരികൾ ബണ്ടിനെ മറന്നു. ഈ കുഴികളാൽ ബുദ്ധിമുട്ടുന്നത് കൂടുതലും ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. നിരവധി കുഴികളിൽ അകപ്പെട്ട് വാഹനത്തിന് കേടുപാടുകൾ ഉണ്ടാകുന്നത് ഇപ്പോൾ നിത്യസംഭവമായിരിക്കുന്നു. ഇനിയും ഇതിലൂടെ യാത്ര ചെയ്യുന്നവരുടെ നടുപൊടിയും വിധത്തിലുള്ള കുഴികൾ മൂടി സഞ്ചാരയോഗ്യമായ രീതിയിൽ ബണ്ടിനെ നവീകരിച്ചില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. കുഴികളും ഗർത്തങ്ങളും ആകപ്പാട് ദുരിതവും ഒക്കെ ആയിട്ട് റിപ്പോർട്ടർ ഹബിൻ്റെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഈ ഒരു ദുരവസ്ഥയ്ക്ക് ഒരു പരിസമാപ്തി ഉടൻ തന്നെ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വിട വാങ്ങുകയാണ്. ഇനിയൊരു വരവ് കൂടി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആകും എന്ന ഒരു വിശ്വാസത്തിൽ ഇന്നത്തേക്ക് തൽക്കാലം വിട. ഇനി പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം.